അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ നറൂട്ടോ ചിത്രങ്ങളുള്ള നോട്ട്ബുക്സാണ് ഇക്കുറി അവനെല്ലാം വാങ്ങിയത്. പക്ഷേ അതൊന്നും കാണില്ല എന്ന് പറഞ്ഞിട്ടുള്ള വിഷമത്തിലാണ്. ഇതേപോലെയുള്ള നമ്മുടെ ഈ കവർ കൊണ്ട് പൊതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണില്ല. അപ്പോ ഒരു പുതിയ ഐറ്റുണ്ട് നമ്മളെ ഈ ചന്തള്ള ബുക്കൊക്കെ കാണാന്. വേറെ ട്രാൻസ്പെറന്റ് ആയിട്ട് നല്ല കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് പൊതിയാൻ പറ്റുന്ന ഒരു ബുക്ക് ഉണ്ട്. അല്ല ബുക്കല്ല, ബുക്ക് പൊതിയുന്ന കവർ. അപ്പൊ ഇവിടേക്ക് പോവാ. ഗൈസ്, നമ്മൾ ഈ ബുക്കാണ് ആദ്യം പൊതിയാൻ പോകുന്നത്. നമ്മൾ സാധനം എടുത്ത് കാണിച്ചേരണ്ടേ? ഇതാണ് നമ്മളെ സാധനം. കണ്ടോ, അടിപൊളിയാണ്. ചൈനീസ് സംഭവമാണ്. അത് തുറന്നോക്കാം. കണ്ടോ, അടിപൊളിയല്ലേ ഗൈസ്? നമുക്കിതൊന്ന് തുറന്നോക്കാം. സംഭവം എന്താണെന്ന് എനിക്കറിയാം. നമ്മൾ സ്റ്റിക്കർ എടുക്കണം. ഗൈസ്, നടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബുക്ക് നമ്മൾ അവിടെ ഇങ്ങനെ വെക്കാം. ഇതെടുക്കും. അങ്ങോട്ട് വെക്കേ, അങ്ങനെ വെച്ചോ. നമ്മളിതെങ്ങനെ എടുക്കും? പക്ഷെ രണ്ടും ഒരുമിച്ച് വെച്ചാൽ ശരിയാവില്ല. ഇവിടെ ഒട്ടിക്കാൻ പാടില്ലായിരുന്നു. സ്റ്റിക്കറും ഇളക്കി മാറ്റിയിട്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് നല്ല ചെറിയ കുട്ടികൾക്കും ഇതുപോലെ പുസ്തകം പൊതിയാം. സ്റ്റിക്കർ ഇളക്കി മാറ്റുക, അവിടെ നമ്മുടെ നോട്ട്ബുക്കോ ടെക്സ്റ്റ് ബുക്കോ എന്താ വെച്ചാൽ വെക്കുക. പിന്നെ അതേപോലെ തന്നെ 3 വലിപ്പത്തിലുള്ളതുണ്ട്. ടെക്സ്റ്റ് ബുക്ക് പൊതിയാനുള്ളത്, വലിയ നോട്ട് ബുക്ക് പൊതിയാനുള്ളത്, ചെറിയ നോട്ട് ബുക്ക് പൊതിയാനുള്ളത്. അങ്ങനെ 3 തരത്തിലുള്ള പേപ്പർ കവർ ഇതിൽ ഉണ്ട്. പിന്നെ അത് ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കേണ്ടുള്ളൂ. ഈ സ്റ്റിക്കർ ഇളക്കിയിട്ട് പുസ്തകത്തിലേക്ക് വെക്കുന്നതോട് കൂടി തന്നെ കൈകൊണ്ട് അതിനെങ്ങനെ അമർത്തി കൊടുക്കണം, അല്ലെങ്കിൽ ചുളിവ് വരും. അത്രേ ഉള്ളൂ. ചുളിവില്ലാതെ ഇതുപോലെ അമർത്തി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ കവറൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ക്ലാസ്സിൽ പോയിട്ട് ഏത് ബുക്കാണ് എടുക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മറിച്ച് നോക്കേണ്ട ആവശ്യമില്ല. പുറത്തുനിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. ഹർദിക്കിനും ഈ പൊതി വളരെ ഇഷ്ടപ്പെട്ടു. ബുക്ക് കവറ് അവൻ മേലെ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എല്ലാവരും സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ? എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല വിജയം നേടുക, നന്നായിട്ട് കളിക്കുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.